ഗെയിം പ്ലാൻ ഒക്കെ കാണും, ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ വലിയ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ. ലൈക്ക് ബീങ് അവർ സെൽഫ് അല്ലെ? ഹാപ്പനിങ്, ലൈക്ക് എനിക്ക് വരാനുള്ള എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അതിലുള്ള ഓക്കെ. എഫേർട്ട് ഞാൻ പുറത്തിട്ടിട്ടാണ് വന്നത്. ഞാൻ ഇത്രയും 6 years എനിക്ക് എഫേർട്ട് ഉണ്ടെങ്കിൽ അകത്ത് കിട്ടുന്ന എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ഓക്കെ. അതിനുവേണ്ടി ഞാൻ ഓടി പിടിച്ചിട്ടൊന്നുമില്ല. ചെയ്തില്ല. എനിക്ക് കിട്ടാനുള്ള കിട്ടും, അത്രേ ഉള്ളൂ. താനാ സേന്ത കൂട്ടം എന്ന് പറയുന്ന പോലെ അല്ലേ? അർജുനായിട്ട് നിന്നു. അപ്പൊ പല കാര്യങ്ങളും മിറാക്കിൾസ് ചുറ്റും സംഭവിച്ചല്ലേ? ഓക്കെ. ലാൽ സാർ ആ സ്റ്റേജിൽ നിന്നിട്ട് ആ ഒരു സംഭവം പറഞ്ഞപ്പോ എന്തായിരുന്നു ഫീല്? ലാൽ സാർ, എനിക്കിപ്പോ ഞാൻ ലാൽ സാർ ഡിവോട്ടിനെ സ്വയം പറയുന്നത്. എനിക്ക് പുള്ളിന്റെ ദൈവമാണ്. ഇതിനു മുമ്പാണ് ഞാൻ കുറെ വർഷമായിട്ട് പുള്ളി ഉദ്ദേശിച്ചു ഞങ്ങൾ നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കാട്ടെ പുള്ളി ഓക്കെ. ലാൽ സാർ എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ പേടിയാവും. കാരണം ഞാൻ ഒരു പ്രിൻസിപ്പൾ വരുന്ന ഫീൽ ആയിരിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, രാവിലെ ആ പാട്ട് കേൾക്കുന്നു, എണീക്കുന്നു, ഡ്രസ് മാറിയിരിക്കുന്നു, PTA മീറ്റിംഗ്, പ്രിൻസിപ്പൾ വരുന്ന ഫീൽ ആണ്. പക്ഷെ ലാൽ സാറിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുള്ളിക്കാരൻ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മൊമെന്റ് എന്താ വെച്ചാൽ ബിഗ് ബോസിൽ ലാൽ സാറായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു. അപ്പൊ വിഷുവിനാണെങ്കിലും എന്നെ വന്നിട്ട് പുറത്ത് കണ്ടോ എനിക്ക് അറിയത്തില്ല, എനിക്കെന്ത് പനിയായിരുന്നു. അപ്പൊ ലാൽ സാർ ഒന്ന് ആദ്യം വന്നിട്ട് എന്നെ ഇവിടെ തൊട്ട് നോക്കിയിട്ട് പനി പറഞ്ഞു ചോദിച്ചു. ഭയങ്കര ഒരു ഫീൽ ആയിരിക്കും. അതെ അതെ. ഞാൻ ആദ്യം ഇങ്ങനെ കയറി എന്നെ ഇങ്ങനെ നോക്കി, പിന്നെ നോക്കി. അപ്പൊ ഞാൻ മെലിഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ അപ്പിയറൻസ് ആണ് പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പുള്ളിക്കാരൻ തോന്നുന്നു ചോദിച്ചു, പനി പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊന്ന് വിളിച്ചു. അപ്പൊ തന്നെ എനിക്ക് പനി കൂടി, സത്യം പറഞ്ഞു. കുറച്ചുകൂടെ ടെൻഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എത്ര പേര് ആഗ്രഹിക്കുന്നതാണ്. ദൂരേന്ന് ലാൽ സാറെ കാണാൻ വരെ ഒരുപാട് പേര് എഫേർട്ട് ഇട്ടിട്ട് നടക്കുന്നില്ല. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര. അതെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു മൊബൈൽ ബ്രാൻഡിന്റെ അതിന്റെ പരസ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാൽ സാറിന് എന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ലാൽ സാറിന്റെ പേര് കേട്ട് പോയതാണ്, എനിക്കറിയാം ബാക്കിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ പോയി പുള്ളിക്കാരനെ കാണാമെന്ന് ഓർത്തിട്ട് പോയി. ഇപ്പം ഞാൻ ഇവിടെ ആണെങ്കിൽ ലാൽ സാർ അവിടെയാണ്, ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ഹൈറ്റ് ഉള്ളത് തന്നെ കാണാം. പരസ്യം ഒന്ന് മ്യൂട്ട് ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. അന്ന് ഞാൻ അവിടെ വണ്ടി, ലാൽ സാറിന് വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആന്റണി ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഹായ് ഒക്കെ കാണിച്ച് ചാറ്റ് വന്ന് അന്ന് എനിക്കറിയായിരുന്നു ഒരു ദിവസം എനിക്ക് പുള്ളിയുടെ കൂടെ ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ പീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് ഒരുമിച്ച് പോയി ഇരിക്കാൻ പറ്റി, എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റി, എന്നോട് കെട്ടിപ്പിടിച്ച് ചോദിച്ചു. അന്ന് എന്റെ കിളി പോയി. ബാക്കിൽ നിന്ന് അർജുൻ ഇപ്പൊ ലാൽ സാറിന്റെ കൂടെ നിന്ന്. ഓക്കെ. പിന്നെ എന്നെ പോലെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് അർജുനിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഒരു 50 ദിവസത്തെ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അർജുന്റെ സിസ്റ്റർ. അല്ലേ? കണ്ടില്ലായിരുന്നോ? ചേച്ചി ഇങ്ങനെ നോക്ക, എന്നെ തന്നെയാണോ പറയുന്നതെന്ന്. അപ്പൊ അതിലെന്താ തോന്നുന്നേ? ഇല്ല, എനിക്ക് കുറെ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടാണ് അറിയാം. നമുക്ക് അകത്തിരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ, കണ്ടസ്റ്റൻസിന്റെ കാര്യം, നമ്മള് എവിക്ഷൻ കാര്യങ്ങളൊക്കെ പറയും. പുറത്ത് നമ്മൾ ഇത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഫാമിലി വന്നിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല.